വാൾഡ്രോബ് പണിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പണ്ടത്തെ അലമാര പോലെ പണിയരുത്. നിങ്ങൾ വാങ്ങിച്ചോ, കടകളിൽ നിന്നുള്ള 2 ഡോർ, സിംഗിൾ ഡോർ അങ്ങനെയൊക്കെയുള്ള നോർമൽ അലമാരകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം, ചെറിയ പൈസ ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ പണിയുമ്പം ഒരു കാരണവശാലും ആ ഒരു രീതിയിൽ പണിയരുത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിലവിൽ നമ്മളെ വീട്ടിലുള്ള വാൾഡ്രോബ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ്, നെക്സ്റ്റ് ഒന്നും കൂടി വേണമെന്നൊക്കെ പറയും. എന്നാൽ നിലവിലുള്ള വാൾഡ്രോബ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 30 to 40% ഏരിയ എപ്പോഴും വേക്കൻ്റ് ആയിരിക്കും. നമ്മൾ ഓരോ റാക്കിൻ്റെയും ഹൈറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് ഓർഗനൈസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് കോസ്മെറ്റിക് വെക്കാൻ വേണ്ടിയിട്ട് വേറെ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഓരോ ട്രേകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അയൺ ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് വേറെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ലോങ് ആയിട്ടുള്ള ഡ്രസ്സ്, ഇപ്പം ലേഡീസിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രോക്ക് ടൈപ്പിലുള്ള ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനുള്ള സ്പേസ്, ഇതൊക്കെ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് അതിന് കറക്റ്റായിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം ഒരു വാൾഡ്രോബ് നമ്മൾ ചെയ്യാൻ. ഈ ഒരു വാൾഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പല ആക്സസറീസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടും.